താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് റൈസർ ഫാമിലിയിൽ നിന്ന്. തനിക്ക് തണലും കരുതലും തൻ്റെ വാർദ്ധക്യത്തിലെ അവശതകൾക്ക് ആശ്വാസവുമായി തീരേണ്ട മകൻ, ആ മകനെ പിശാച് പിടിച്ച് ഞെരിച്ച് കൊല്ലാക്കൊല ചെയ്ത് അവൻ നിലവിളിച്ച് മരണപരവശനായി മാറുന്നത് കണ്ട് ഹൃദയം തകർന്ന ഒരു അപ്പൻ്റെ കണ്ണുനീരൊപ്പിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അത് ഭക്തൻ്റെ ഉറപ്പാണ്. നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന വിടുതലിൻ്റെ ഉറപ്പ് തന്നെ. അപ്പോൾ ആ മകനെ, അവൻ്റെ അപ്പനെ വിടുതലിലേക്ക് നയിച്ച രണ്ട് കാര്യങ്ങളിലൂടെ, ഒപ്പം ഇவ்விധത്തിൽ പിശാചിനാൽ ബാധിക്കപ്പെട്ടവർ നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ, അവരുടെ കഷ്ടതയും കണ്ണുനീരും ദൈന്യതയും കണ്ട് സഹായിക്കുവാൻ കഴിയാതെ മനസ്സ് മടുത്തായിരിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി എന്തു ചെയ്യും, എങ്ങനെയാണ് അവരെ ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കേണ്ടത് എന്ന് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അവരെ വിടുവിക്കുവാൻ, അതെ, ആ പിശാചിൻ്റെ ബാധിപ്പിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന കാര്യം, അതൊരു മാജിക്കാണ്. അപ്പോൾ ഇതേക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ആരംഭിക്കും. അപ്പോൾ റെഡിയല്ലേ? പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ആ രണ്ട് കാര്യങ്ങൾ ആദ്യമേ ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. 1, ആ പിതാവ് എത്തേണ്ട സ്ഥാനത്തെത്തി. 2, ശിഷ്യന്മാരുടെ പരാജയം കണ്ട് മനസ്സ് മടുത്തു പോകാതെ ആ പിതാവ് ഉറച്ചു നിന്നു. 3, ഭൂതത്തെ പുറത്താക്കുന്ന, പിശാചിനെ പുറത്താക്കുന്ന മാജിക്. അതെ, നിങ്ങൾ അറിയുന്ന, നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന പിശാചിനെയും ആ പിശാചിൻ്റെ ബാധിപ്പിനാൽ അവരനുഭവിക്കുന്ന വേദനകൾക്കും ആശ്വാസം വരുത്തുന്ന ആ മാജിക് തന്നെ. അപ്പോൾ ഈ സംഭവത്തിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. ഒരു പിതാവിൻ്റെ മകനെ പിശാച് പിടിച്ചു, അഥവാ ഭൂതം ബാധിച്ചു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ദൈവദാസനെ, ഒരു വ്യക്തിയെ പിശാച് പിടിക്കുമ്പോൾ, പിശാച് ബാധിക്കുമ്പോൾ അത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്? ചോദ്യമല്ലേ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിന് ഒരു രോഗം വന്നാൽ അത് ഏത് രോഗമാണെന്ന് തിരിച്ചറിയുന്നത്? നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. പക്ഷേ ഡോക്ടറിന് ചില സിംറ്റംസ് നിങ്ങളുടെ ശരീരം കാണിക്കും. ആ സിംറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് രോഗമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയും. അദ്ദേഹം പഠിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് തിരിച്ചറിയുവാൻ കഴിയും. ഇതുപോലെ തന്നെ ഒരു ഭക്തന്, ഒരു ശുശ്രൂഷകന്, ബൈബിൾ ജ്ഞാനമുള്ള, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തന് ആ വ്യക്തിയിലുണ്ടാകുന്ന ചില സിംറ്റംസ് കണ്ടിട്ട് അവനെ ബാധിച്ചിരിക്കുന്നത് പിശാചാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. വളരെ എളുപ്പമാണ്. ബൈബിൾ ജ്ഞാനം വേണം, ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വേണം. നോക്കിയേ, ഇവിടെ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പിതാവിൻ്റെ മകനെ ബാധിച്ച പിശാച് അവനെ പിടിച്ച് ഞെരിച്ചു. മീൻസ് അവനെ പിടിച്ചു ഒതുക്കി കളഞ്ഞു. പുറത്തു വരുവാനോ വിശാലത അനുഭവിക്കുവാനോ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുത്ത് സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാനോ കഴിയാത്ത വിധത്തിൽ അവനെ പിടിച്ച് ഞെരിച്ച് ഒതുക്കി കളയുക. അല്ലേ? ആ ജോലി സ്ഥലത്ത് പിടിച്ച് ഞെരിച്ച് ഒതുക്കി കളയുക. ഒന്നും ആകാൻ പറ്റുന്നില്ല. നല്ലവണ്ണം ജോലി ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. അല്ലേ സഹോദര, അല്ലേ സഹോദരി? നിന്നെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. നീ നല്ല ജോലിക്കാരിയാ, മാടുഴയ്ക്കും പോലെ ഉഴയ്ക്കും, കഠിനമായിട്ട് അധ്വാനിക്കും. പക്ഷെ അതിനൊത്തവണ്ണമുള്ളത് അവർ തരുന്നുമില്ല, അല്ല നിനക്ക് കിട്ടുന്നുമില്ല. അധ്വാനിക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് അധികം കിട്ടേണ്ടതാ, ഉള്ളതുപോലും കിട്ടുന്നില്ല. അപ്പോൾ അധികം കിട്ടുന്നതിനെ കുറിച്ച് പറയണ്ടല്ലോ. നിനക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കേണ്ടതാണ്, അതും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഉള്ള സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയുമാണ്. മീൻസ് വിശാലത പ്രാപിക്കുവാൻ കഴിയുന്നില്ല, ഒതുങ്ങിപ്പോകുന്നു. പിശാച് പിടിച്ചാൽ ഒതുങ്ങിപ്പോകും, ഒതുക്കിക്കളയും, ഒന്നുമില്ലാത്തവരാക്കി തീർക്കും. ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവരിലേക്കുള്ളൊരു യാത്രയാണ് പിശാച് ഒരുവൻ്റെ ജീവിതത്തിൽ ബാധിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഉള്ളവനിൽ നിന്ന്, പൈസ ഉള്ളവനിൽ നിന്ന്, സന്തോഷമുള്ളവനിൽ നിന്ന്, ആഗ്രഹങ്ങളുള്ളവനിൽ നിന്ന്, പല പ്രതീക്ഷകളും ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്കുള്ള യാത്ര. പലരും ആ യാത്രയിലായിരിക്കുന്നു. അതേ, ആ യാത്രയ്ക്ക് ഇന്ന് അറുതി വരുവാൻ പോകുക. വിശ്വാസത്തോടെ രാമൻ പറയും, സഹോദര സഹോദരി, നിന്നോട് തന്നെ ഉണ്ടായിരുന്നു, ആ ജോലി കൊണ്ട് നല്ലതുപോലെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. ലോണ് പെൻഡിങ്ങിലാണ്, മക്കളുടെ പഠനം, വീട് വയ്പ്,
അതെ, എല്ലാം പ്രശ്നത്തിലായി മാറിയിരിക്കുന്നു. പ്രശ്നരഹിതമായ ജീവിതത്തിൽ നിന്ന് പ്രശ്നം നിറഞ്ഞ ജീവിതത്തിലേക്ക്. അതെ, അതിനൊരു അറുതി വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നിന്നെ പിടിച്ച് ഞെരുക്കുന്ന, ജോലിക്കാരനായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ പിടിച്ച് ഞെരുക്കുന്ന, പിടിച്ചൊതുക്കുന്ന ആ ഭൂതം പുറത്തു പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. നീ അവിടെ വിശാലത അനുഭവിക്കുവാൻ പോകുക. ആമേൻ. തലമുറകളെ ഭൂതം പിടിച്ച് മുറുക്കുകയാ. അപ്പോൾ എന്താ സംഭവിക്കുന്നേ? അവരുടെ പഠനം, അവരുടെ ഭാവി, അവർ കണ്ട സ്വപ്നങ്ങൾ, അവരുടെ ഫ്യൂച്ചർ എല്ലാം നഷ്ടപ്പെട്ട് അവർ ഒതുങ്ങിപ്പോവുക, അവർ ഒതുങ്ങിക്കൂടുക. നല്ല ആക്റ്റീവായിരുന്ന കുഞ്ഞ അല്ലേ മാതാവേ? നിങ്ങളുടെ മക്കളെക്കുറിച്ചാണ്. നല്ല പഠിക്കുന്ന കുഞ്ഞ, എല്ലാത്തിനും കഴിവുള്ള ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളാ. പക്ഷെ ഇപ്പോൾ ഒതുങ്ങിപ്പോയി. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ഒതുക്കി കളഞ്ഞു. ആ പിള്ളേരെ ഒതുക്കി കളഞ്ഞു. അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി വീട്ടിനകത്ത് ഒതുക്കി കളഞ്ഞു. ഇപ്പോൾ 4 പേര് പറഞ്ഞാൽ അറിയാത്ത വിധത്തിലായി. നേരത്തെയോ ഇന്ന ആളെന്ന് പറഞ്ഞാൽ, ഇന്ന കുഞ്ഞിൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ, അമ്മയെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഇന്ന് ആരും അറിയാത്ത വിധത്തിൽ അവരെ ഒതുക്കി കളഞ്ഞു. പഠനത്തിനൊത്തവണ്ണമുള്ള റിസൾട്ട് വരുന്നില്ല, പഠിക്കുവാൻ കഴിയുന്നില്ല, അഡ്മിഷൻ കിട്ടുന്നില്ല, രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നില്ല. പല മാതാപിതാക്കളുടെ കണ്ണുനീര് അവരെ ഒതുക്കി കളഞ്ഞിരിക്കുന്നു. പിശാച് അവരെ ഒതുക്കി കളഞ്ഞിരിക്കുന്നു. പിശാച് ഒതുക്കി കൂട്ടിയ സ്ഥാനത്ത് നിന്ന് എൻ്റെ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരുവാൻ പോവുക. മാതാവെ പ്രാർത്ഥിക്കും, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. നിന്റെ തലമുറകൾ പുറത്തു വരുവാൻ പോവുക. ഒത്തിരി കഷ്ടപ്പെട്ട് കടം വാങ്ങി നീ വാങ്ങിക്കൊടുത്ത അഡ്മിഷനാ. ആ കോഴ്സ് അവൻ പഠിക്കണം, അവൻ്റെ ഭാവി നന്നാകണം. ഞങ്ങൾ അനുഭവിച്ച കഷ്ടത അവൻ അനുഭവിക്കരുത്. പക്ഷേ അവനെ പിശാച് പിടിച്ച് അവനെ ഒതുക്കി കളഞ്ഞു. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ക്ലാസ്സിന് പോകാതെ വീട്ടിനകത്തിരിക്കുക. ആ ബാധ വിട്ടുമാറുക. അവൻ്റെ പഠനത്തിന്മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ ബാധിപ്പ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോവുക. താങ്ക് ഗോഡ്. പ്രാർത്ഥിക്ക്. ആമേൻ. ആ രാജ്യത്ത് ക്ലാസ്സിന് പോലും പോകുവാൻ കഴിയാതെ മുറിക്കകത്ത് ഒതുക്കപ്പെട്ടിരിക്കുക. പിശാച് അവളെ ഒതുക്കിയിരിക്കുക. ആ വിചാരങ്ങൾ ചെയ്ത് മന്ത്രതന്ത്രങ്ങൾ യേശുവിൻ നാമത്തിൽ പിശാച് ഒതുക്കിയിരിക്കുക. അവൾ പുറത്തു വരിക, അവൻ പുറത്തു വരിക. ആ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവളായി അവൾ പുറത്തു വരിക. ആമേൻ. പ്രാർത്ഥിക്ക്. ഒതുക്കിക്കളഞ്ഞേ. ആ രോഗം കൊണ്ട് ബന്ധിച്ച് ഒതുക്കിക്കളഞ്ഞു. ഇപ്പം പേടിയാ. തീർന്നു. ഇതോടെ ഞാൻ തീർന്നു. അയ്യോ, ഇനി എനിക്ക് മുമ്പോട്ടൊരു ജീവിതമില്ല. കർത്താവ് നിന്നെ സൗഖ്യമാക്കുക. രോഗമിട്ട് നിന്നെ കെട്ടി ബന്ധിച്ച് ഒതുക്കിയ ആ പിശാചിൻ്റെ കെട്ടുകൾ ഇപ്പോൾ പൊട്ടിമാറുക. പ്രാർത്ഥിക്കുക. ആ രോഗം സൗഖ്യമാകുക. കുടുംബജീവിതത്തിനകത്ത് ഒതുക്കി കളഞ്ഞു. നല്ലവണ്ണം സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവുമായി ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാ ഇപ്പോൾ ഒറ്റയ്ക്കാക്കി പിശാച് ഒതുക്കി. പുറത്തിറങ്ങുവാൻ പോലും മടിയാ. ഭർത്താവ് കൂടെ വരത്തില്ല, അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഇല്ല. ഒറ്റയ്ക്കാക്കി അവൻ അകന്നു പോയിരിക്കുന്നു, അവൾ ഒറ്റയ്ക്കാക്കി അകന്നു മാറിയിരിക്കുന്നു. ഒതുക്കി കളഞ്ഞു. മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനും പരിഹസിക്കുവാനും കാരണമായി ഒതുക്കി കളഞ്ഞിരിക്കുന്നു. കർത്താവ് പുറത്തു കൊണ്ടുവരിക. നിന്റെ ഭർത്താവ് നീയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുവാൻ പോകുക. വക്കീൽ പറയുന്നതല്ലെന്നേ, എൻ്റെ കർത്താവ് പറയുന്നത് നടക്കുവാൻ പോവുക. ആമേൻ. സ്തോത്രം. കടത്തിൽ ഒതുക്കി പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ കടം വാങ്ങി പലിശക്കെടുത്തു ഒക്കെ പ്രശ്നത്തെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ പച്ച പിടിക്കുന്നില്ല, മുൻപോട്ട് പോകുന്നില്ല. കടത്തിനുമേൽ കടം. ഒപ്പം നിൽക്കുന്നവർ തന്നെ ചില കേസുകൾ കൊടുത്ത് നിന്റെ ബിസിനസ്സിൽ, നിന്റെ സ്ഥാപനത്തിൽ നിനക്കൊപ്പം നിന്നവർ തന്നെ ആ സ്പോൺസർ നിനക്കെതിരെ കേസ് കൊടുത്ത് നിന്റെ ഭാവി തുലാസിൻ്റെ തട്ടിലാടുന്നത് പോലെ വല്ലാത്തൊരു വെല്ലുവിളിയാ. പിശാച് പിടിച്ച് ഞെരിക്കുക. നിന്നെ വിടത്തില്ല എന്ന്, നിന്റെ വിശാലത അനുഭവിക്കുവാൻ. സ്തോത്രം. ആ സ്ഥാപന മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടുവാൻ വിടത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന പിശാചും പിശാചിൻ്റെ പദ്ധതികളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടുക. താങ്ക് ഗോഡ്. അപ്പോൾ ആ പിശാച് അവനെ പിടിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? അവൻ നുരയും പതയും വന്നു മരണവെപ്രാളം കാണിക്കുക, കൊല്ലാക്കൊല ചെയ്യുക. അല്ലേ? പിശാച് പിടിച്ചു. തുടർന്ന് എന്താ ചെയ്യുന്നത്? എനിക്ക് ചത്താ മതി. അല്ലേ സഹോദരി? എനിക്കിങ്ങനെ ജീവിക്കണ്ട. എൻ്റെ ഭർത്താവിന് എന്നോട് ഇപ്പം പഴയതുപോലെ സ്നേഹമില്ല, അവനിപ്പോൾ എന്നോട് ഒരു കരുതലുമില്ല, എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നു. എനിക്ക് ചത്താൽ മതി. മരണമാ മുന്നിൽ, മരണം മാത്രം. അല്ലേ സഹോദര? എവിടെയെങ്കിലും പോയി ചത്താ മതി. ഈ നശിച്ച കുടുംബത്തിനകത്ത് ജീവിക്കണ്ട. ഇങ്ങനെ എത്ര കാലം മാട് പോലെ കിടന്നുഴയ്ക്കും. എനിക്ക് വയ്യ, എനിക്ക് ചത്താൽ മതി, മരിച്ചാൽ മതി. മരണമെന്ന്
ആവർത്തിച്ച് പറഞ്ഞ് വീട്ടിനകത്ത് ഒതുങ്ങിയായിരിക്കുന്ന നിന്നോടാ, മരിച്ചൊടുങ്ങിപ്പോകുവാനല്ല, കല്ലറയ്ക്കുള്ളിൽ അവസാനിക്കുവാനല്ല, കല്ലറ തുറന്ന് പുറത്തു വന്ന കർത്താവിൻ്റെ നാമത്തിൽ ആ മരണത്തിലേക്ക് ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്ന പിശാച് ഇപ്പോൾ വിട്ടുപോവുക. ജീവിച്ച് സന്തോഷമായി ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് ഒരുക്കി തരിക. നിൻ്റെ കുടുംബജീവിതത്തിൽ നിൻ്റെ ഭർത്താവിന് ഒപ്പം തന്നെ, നിൻ്റെ ഭാര്യയ്ക്കൊപ്പം തന്നെ സന്തോഷമായി ജീവിച്ച് പോകുവാൻ വേണ്ടത്. ആമേൻ. ആ ജോലി സ്ഥലത്ത് വിളിച്ച് ഭാര്യയോട് പറയാം, ഞാൻ ചത്തുകളയും. ഇവിടെ അവൾ കിടന്ന് കരച്ചിലും നിലവിളിയും മക്കളും. സ്തോത്രം. നീ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോവുക. സഹോദരൻ, നിൻ്റെ ഭർത്താവ് ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോവുക. നാളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. മരിച്ചാൽ മതി, ഈ രോഗം എന്നെ വിട്ടു പോകത്തില്ല, മരണമേ ഉള്ളൂ, ഈ കടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല, എനിക്ക് ചത്താൽ മതി, എനിക്ക് മരിച്ചാൽ മതി, നിന്നെ അനുഭവിച്ച് എനിക്കിങ്ങനെ ജീവിക്കുവാൻ വയ്യ, എൻ്റെ മക്കൾക്ക് പഴയതുപോലെ എന്നോട് സ്നേഹമില്ല, അവരുടെ പെരുമാറ്റം, അവരുടെ ജീവിത രീതി അതൊക്കെ മോശമായിരിക്കുന്നു, എനിക്ക് ചത്താൽ മതി. പിശാച് പിടിമുറുക്കുന്നു, കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. ഫലമോ ആത്മഹത്യ. ഇനി ആത്മഹത്യ മാത്രമേ മുൻപിലുള്ളൂ. അതുകൊണ്ട് എനിക്ക് ചാകണം. എങ്ങനെയെന്നുള്ള കൺഫ്യൂഷനിലുള്ള ചിലർ കേൾക്കുക. എങ്ങനെ ചാകുവാൻ കഴിയും? എങ്ങനെ വേദനയില്ലാതെ ചാകുവാൻ കഴിയും? അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുവാൻ കഴിയാത്ത ചിലർ കേൾക്കുക. സ്തോത്രം. ആ ആത്മഹത്യ പിശാചിനെ കർത്താവ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞാൻ പുറത്താക്കുക. യേശുവിൻ നാമത്തിൽ വിട്ടുപോ. സ്തോത്രം. സന്തോഷത്തോടെ ജീവിക്കുക. അതിനു വേണ്ടിയുള്ളത് കർത്താവ് തരും. അപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദമാണ് അല്ലേ? കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരി ഇപ്പോൾ എല്ലാവരും ഈ മാനസിക സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുക. മുട്ടായി തിന്നും പോലെയാ ഉറക്കഗുളിക തിന്നുന്നേ. ഉറങ്ങുവാൻ കഴിയുന്നില്ല, സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു കാരണം വേണമല്ലോ. പിശാച് അങ്ങനെ ഒരു വ്യക്തിയെ പിടിക്കണമെങ്കിൽ കാരണം വേണം. പല പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ നിങ്ങളോട് എതിർപ്പുള്ളവർ, നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ, നിങ്ങളുടെ തകർച്ച കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട്. കാരണം നിങ്ങൾ നന്നായിരിക്കുന്നത് ഇഷ്ടമുള്ള ഒരേ ഒരാൾ ഈ ലോകത്തുള്ളത് നിങ്ങൾ മാത്രമായിരിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പോലും നിങ്ങൾ നന്നായിരിക്കുന്നത് വലിയ താല്പര്യം കാണത്തില്ല. അത് ലോകത്തിൻ്റെ കുഴപ്പമാണ്. സത്യം. അസൂയയുടെ ഫലം പലപ്പോഴും ദുർമന്ത്രവാദത്തിനും ആഭിചാരത്തിനും നേർച്ച കാഴ്ചകൾക്കും വിളിശാപങ്ങൾക്കും അന്യാരാധന ബന്ധനങ്ങൾക്കും കാരണമായി മാറും. ആ ബന്ധനം നിങ്ങളെ ബാധിക്കും. ഡിപ്രഷനും ഉറക്കമില്ലായ്മയും. പിശാച് നിങ്ങളെ ബാധിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. ഇനി മറ്റു പല നിലകളിലും ഈ ബന്ധനം ഉണ്ടാകാറുണ്ട്. അതേക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു അമ്മ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു, തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ വളരെ സങ്കടത്തോടെ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ദേവദാസനെ, എനിക്കൊരു മോനുണ്ട്, 13 വയസ്സായി, വളരെ ആക്റ്റീവായിട്ടുള്ള, നല്ല പഠിക്കുന്ന നല്ലൊരു കുഞ്ഞാണ്. എൻ്റെ ഭർത്താവിന് ബിസിനസ്സാണ് കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും വലിയ ടെൻഷനായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മോൻ വന്ന് ഞങ്ങളുടെ അടുത്തൊരു 5 മിനിറ്റ് ഇരുന്നാൽ മതി, ഞങ്ങളുടെ ടെൻഷൻ എല്ലാം മാറും. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അത്രയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള, അത്രയ്ക്ക് നല്ല കുഞ്ഞ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവൻ്റെ സ്വഭാവത്തിനൊക്കെ വല്ലാതെ മാറ്റം ദേവദാസന്. അതിനെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. അവന് ഉറക്കമില്ല, അവൻ ഉറങ്ങുന്നില്ല, അവൻ്റെ നോട്ടം ശരിയല്ല, പഴയതുപോലെ ക്യൂട്ടായിട്ടുള്ള ആ ഒരു സ്നേഹം നിറഞ്ഞ നോട്ടമല്ല അവൻ്റെ കണ്ണുകളിൽ എനിക്ക് കാണുവാൻ കഴിയുന്നത്. അമ്മ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അവൻ സ്കൂളിലും ഇതേ പ്രശ്നത്തിലാണ് ദേവദാസനെ. ടീച്ചേഴ്സും പറയുന്നുണ്ട് അവൻ്റെ ടീച്ചേഴ്സിനോടുള്ള, അവൻ്റെ കൂട്ടുകാരന്മാരോടുമുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റം ശരിയല്ല. അവൻ നല്ല പാടുന്ന കുഞ്ഞാണ്. അപ്പോൾ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ കൂട്ടുകെട്ടിലോട്ടൊന്നും അവൻ നിൽക്കുന്നില്ല. അവൻ ഒറ്റയ്ക്കായിരിക്കുന്നു, അവൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. വല്ല ഡിപ്രഷനുമാണോ? മാതാവ് ചോദിക്കുകയാണ്, വല്ല ഡിപ്രഷനുമാണോ എൻ്റെ കുഞ്ഞിന്? ഞാൻ ഏത് ഡോക്ടറെയാണ് കാണിക്കേണ്ടത്? എനിക്ക് അറിയത്തില്ല. അവൻ്റെ വാപ്പ ഗൾഫിലാണ്, ഇതറിഞ്ഞാൽ സഹിക്കുവാൻ കഴിയത്തില്ല. മാതാവിൻ്റെ സങ്കടം. ഞാൻ പറഞ്ഞു, സഹോദരി വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരമുണ്ട്. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിൽ. അതാണ് കേട്ടോ ഞങ്ങളുടെ ധൈര്യവും ഉറപ്പും ഒക്കെ. ആ ധൈര്യത്തിൽ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, ദേവദാസനെ, എനിക്ക് വിശ്വാസമാണ്, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം.
അവനെ കണ്ട് അവൻ്റെ തലമേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. കൊറോണ സമയമാണ്, ഞാൻ ഒഴിവാക്കുവാൻ ശ്രമിച്ചു, എങ്കിലും ആ മാതാവിൻ്റെ സ്നേഹത്തോടുള്ള നിർബന്ധം കൊണ്ട് ഒഴിവാക്കുവാൻ കഴിയില്ല. ഞാൻ വൈഫുമായിട്ട് ആ ഭവനത്തിൽ കടന്നുപോയി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ആ ഡിപ്രഷനുള്ള കാരണം അതൊരു രോഗമല്ല, അത് പൈശാചികമായ ബാധിപ്പാണ്. അപ്പോൾ ആ കുഞ്ഞിന് എങ്ങനെയാണ് ആ പൈശാചികമായ ബാധിപ്പ് ഉണ്ടായത്? ഈ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രവാദമാണോ, ആഭിചാരമാണോ, പാരമ്പര്യമാണോ? അങ്ങനെയൊന്നുമല്ല. പിന്നെ ആ കുഞ്ഞുമായിട്ട് ഒരു കൗൺസിലിംഗ് പോലെ കുറേ നേരം സംസാരിക്കുവാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ ആ കുഞ്ഞുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിലേക്ക് പിശാച് വരുവാനുള്ള കാരണത്തെ അവൻ പറഞ്ഞു. അവനൊരു പോൺ വീഡിയോ കണ്ടു, പോണോഗ്രഫി. പിശാച് വ്യക്തികളിലേക്ക് കടന്നു വരുവാൻ ഇടയാകുന്ന സാഹചര്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. മൊബൈലും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ അവർ ഉപയോഗിക്കുമ്പോൾ, അവർക്ക് മുമ്പിൽ വിശാലതയുടെ വലിയൊരു ലോകത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടുമ്പോൾ അവർ അങ്ങനെ ഒറ്റയ്ക്ക് പറന്നു പോകുവാൻ വിടരുത്. അവർക്കൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കുക. അവർക്കിതെല്ലാം കൊടുക്കണം, ഒന്നും അവർക്ക് അനുവദിക്കാതിരിക്കരുത്. ഇതെല്ലാം അവർക്ക് വേണ്ടത് തന്നെയാണ്. കാരണം അങ്ങനെയുള്ള വലിയ ലോകത്തിലാണ് അവർ ജീവിക്കുവാനുള്ളത്. പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രസൻസ് ഉള്ള സ്ഥാനത്താണോ എന്ന് ഉറപ്പ് വരുത്തുക. അവൻ മൊബൈലുമായിട്ട് മാറിയിരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അവൾ മൊബൈലുമായി നിങ്ങൾക്കൊപ്പമാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം കുഞ്ഞുങ്ങൾ പിശാചിനാൽ പല വിധങ്ങളിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. ഞാനും നിങ്ങളും വായിച്ച് ഞെട്ടലോടെ വായിച്ച വാർത്തയാണ്. 13-14 വയസ്സുള്ള പിള്ളേർ ഡിപ്രഷന് ഗുളിക കഴിക്കുന്നു, ഉറങ്ങുവാൻ കഴിയുന്നില്ല, അവർക്ക് ഉറക്കമില്ല. നേരത്തെയൊക്കെ പിള്ളേരെ കൊണ്ട് മാതാപിതാക്കൾക്ക് ആ ഉറക്കമില്ലാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ കേട്ടോ, അവരെ എങ്ങനെ പഠിപ്പിക്കുന്നു, അവരെ കെട്ടിച്ചോർന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങൾക്കാണ്. കാരണം അവർ കാണുന്നത്, അവർ ചെയ്യുന്നത്, നമ്മൾ മുതിർന്നവർ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെയ്യുവാൻ ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട്. ഫോൺ വീഡിയോസ് കാണുന്നുണ്ട്, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ തലമുറയിൽ മരിച്ചുപോയ പലർക്കും, ലഹരിക്ക് അടിമപ്പെട്ട പലർക്കും ഉപയോഗിക്കുവാൻ കഴിയാത്ത, കിട്ടാതിരുന്ന ലഹരി വസ്തുക്കൾ മക്കൾ ഉപയോഗിക്കുന്നുണ്ട്. മുട്ടായി പോലെ അവർക്കത് അലിയിച്ചിറക്കുവാനുള്ള അവസരമുണ്ട്. മദ്യം, 13-14 വയസ്സുള്ള പിള്ളേർ മദ്യപിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഇതൊക്കെ പിശാചിന് കടന്നു വരുവാനായി തുറന്നു വെച്ച് കൊടുക്കുന്ന വാതിലുകളാണ്. അപ്പോൾ ആ കുഞ്ഞ് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അങ്കിളെ, ഈ വീഡിയോ കണ്ടത് മുതൽ എനിക്കറിയത്തില്ല, എൻ്റെ ഉമ്മച്ചിയെ ഞാൻ നോക്കുമ്പോൾ ഞാൻ മോശമായിട്ട് കാണുന്നു. എൻ്റെ ഇത്താത്തമാരെ, എൻ്റെ സ്കൂളിൽ എന്നോടൊപ്പം പഠിക്കുന്ന പിള്ളേരെ, എൻ്റെ കൂട്ടുകാരെ, എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല, ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയാണ്. എല്ലാവരും കൂടെ ഇത് കണ്ടുപിടിച്ചിട്ട് എന്നെ തല്ലുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു. അയ്യോ, ആ കുഞ്ഞ് നിർത്താതെ കരയുക, വാവിട്ട് കരയുക. കുറേ ദിവസം അവൻ അടക്കി വെച്ചിരുന്നത് അമ്മ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ ഇത്രമാത്രം പ്രഷർ അനുഭവിക്കുന്നു അപ്പോഴാ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ കണ്ണുനീരോടെ പറഞ്ഞു, മോനെ പേടിക്കണ്ട, അതൊന്നും കുഴപ്പമില്ല. അമ്മ അവനെ ചേർത്ത് പിടിച്ചു. ആ അമ്മയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മക്കൾ പ്രശ്നത്തിലാകുമ്പോൾ കുറ്റം പറഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞ് അല്ല, അവരെ ചേർത്ത് പിടിക്കണം. ഇന്ന് ആ കുഞ്ഞും അതിൻ്റെ ഉമ്മച്ചിയും അതിൻ്റെ ബാപ്പയും സന്തോഷമായിട്ട് വിദേശത്തുണ്ട്. അപ്പോൾ കർത്താവ് പ്രവർത്തിക്കും, ആ ബാധയെ കർത്താവ് പുറത്താക്കും. അപ്പോൾ കാരണം ഇതാണ്, പിശാച് അകത്ത് വരണമെങ്കിൽ ഒരു വാതിൽ വേണം. അത് മദ്യപാനം മുഖാന്തരമായിരിക്കാം, അല്ലേ? ആ വീട്ടിനകത്ത് കിടന്ന് മരണപ്രാളം കാണിക്കുന്ന സഹോദരി, നിന്റെ ഭർത്താവ്, അത് തന്നെ. മോശം സ്വഭാവം കൊണ്ടായിരിക്കാം, മോശം കൂട്ടുകെട്ടുകൾ കൊണ്ടായിരിക്കാം, മദ്യപാനം, വ്യഭിചാരം, മയക്കുമരുന്ന്, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെയും പിശാച് പിടിമുറക്കും. പിശാച് പിടിമുറുക്കിയാൽ പിന്നെ കടുത്ത മാനസിക സംഘർഷമാണ്. ചെയ്തു പോയല്ലോ, കുടിച്ചുകൊണ്ട് വന്ന് വെള്ളം വയ്ക്കും, പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് സോറി പറച്ചില്ല, അയ്യോടി പറ്റിപ്പോയി, ഇനി കുടിക്കത്തില്ല, എന്നാലും കുടിക്കും. കാരണം പിശാച് പിടിമുറുക്കിയിരിക്കുന്നു. അപ്പോൾ ആ പിതാവിൻ്റെ മകനെ പിശാച് പിടിമുറുക്കി. പല നിലകളിലും നിങ്ങളിൽ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ അതിൽ നിന്ന് ആ മകനെ പുറത്തു കൊണ്ടുവരുവാൻ ആ പിതാവ് ശ്രമിച്ചു കാണണം. ശ്രമിച്ച് അവസാനം നിങ്ങൾ യേശുവിൻ്റെ അടുത്തായിരിക്കുന്നത് പോലെ ആ മനുഷ്യനും യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. യേശുവിൻ്റെ അടുക്കൽ എത്തേണ്ട സ്ഥാനത്ത് ആ മനുഷ്യൻ എത്തിച്ചേർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിശാചിനാൽ പിടിക്കപ്പെട്ടവർ, നിങ്ങളുടെ ഭവനങ്ങളിലുള്ള പിശാചിനാൽ പിടിക്കപ്പെട്ടവർ, നിങ്ങളിൽ ബാധിച്ചിരിക്കുന്ന പിശാച് അത് പുറത്തു പോകുവാൻ പോവുക. യെസ്, പ്രാർത്ഥിക്കുക.
കർത്താവ് ആ പിശാചിനെ പുറത്താക്കുവാൻ പോവുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ ആ പിതാവ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നു. പക്ഷെ ആദ്യം ആ പിതാവ് സമീപിക്കുന്നത് ശിഷ്യന്മാരെയാണ്. കാരണം അന്ന് കർത്താവിനെക്കാളും പോപ്പുലർ ശിഷ്യന്മാരായിരിക്കണം. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും 2 അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. 14-ൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരും അവരുടെ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചു. അപ്പത്തെ കർത്താവ് വർദ്ധിപ്പിച്ചു. 16ലേക്ക് വരുമ്പോൾ 7 അപ്പവും പൊടിമീനുകളും കൊണ്ട് കർത്താവ് വലിയ പുരുഷാരത്തെ 4000 പുരുഷന്മാരെയും അവരുടെ ഭാര്യമാരെയും കുഞ്ഞുമക്കളെയും ഊട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഒന്ന് വർധനവ്, കർത്താവിൻ്റെ സന്നിധിയിൽ വർധനവുണ്ട്. പിശാച് നിന്നെ ഒതുക്കി ഒന്നുമില്ലാത്തവനാക്കുമ്പോൾ ദൈവം നിൻ്റെ കയ്യിലുള്ള അല്പത്തെ വർദ്ധിപ്പിക്കും. അതെ, ആ പിശാച് പുറത്തു പോകുമ്പോൾ ഇനി പിശാച് എന്നെ നശിപ്പിച്ചു, എൻ്റെ തലമുറയെ തകർത്തു, എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കി, ഇനി എന്തെന്ന് ചിന്തിക്കുമ്പോൾ തിരിച്ചറിയുക, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നീ ചിന്തിക്കുന്ന സ്ഥാനത്ത് നിന്ന് പുതിയത് നിൻ്റെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ 5 അപ്പത്തെ വർദ്ധിപ്പിച്ചവന് പിശാച് കവർന്നെടുത്തതിന് ശേഷമുള്ള ആ അല്പത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. ആ ജോലിയെ പിശാച് പിടിമുറുക്കി അത് മുഖാന്തരം വലിയ പ്രശ്നത്തിലായി പോയ ആ ജോലിയെ, അതിൽ നിന്ന് ലഭിക്കുന്ന ആ വരുമാനത്തെ വർദ്ധിപ്പിച്ച് നിൻ്റെ ആവശ്യത്തിന് ഒത്തവണ്ണമുള്ളതാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. രോഗമിട്ട് പിശാച് കവർന്നു കൊണ്ടുപോയ നിൻ്റെ ആരോഗ്യത്തെ ഇനി ഒരല്പമേ ഉള്ളൂ, എണീറ്റ് നടക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അവിടെ നിന്ന് നീ വർദ്ധിക്കുവാൻ പോകുക, നിൻ്റെ ആരോഗ്യം വർദ്ധിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ ആ അല്പത്തെ കർത്താവ് വർദ്ധിപ്പിക്കും. കർത്താവ് വർദ്ധിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവിടെ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കണേ. ഈ 5000 പുരുഷന്മാർ, അവരുടെ സ്ത്രീകൾ, മക്കൾ, ഏകദേശം ഒരു 35,000 പേര് കാണും. ഈ 35,000 പേർക്കും യേശുവിൻ്റെ സംസാരം കേൾക്കുവാൻ എങ്ങനെയായിരിക്കും പറ്റുന്നത്? ഒരു മലമുകളിൽ യേശു നിൽക്കുക. 35,000 പേരെന്ന് പറയുമ്പോൾ ചെറിയൊരു സംഖ്യയല്ല കേട്ടോ. അവരിലേക്ക് എത്തിയത് യേശുവിൽ നിന്ന് തുടങ്ങി ശിഷ്യന്മാരുടെ വായിലൂടെ ആയിരിക്കും ആ ശബ്ദം അവരിലേക്ക് എത്തിയത്. അല്ലാതെ 35,000 പേർക്ക് കേൾക്കുവാൻ പാടാം. അതുപോലെ തന്നെ 35,000 പേർക്ക് യേശുവിനെ കാണാനും പറ്റത്തില്ല. ഏറ്റവും അടുത്ത് നിന്ന് കുറച്ച് പേര് കണ്ടു കാണും, ഏറ്റവും ബേക്കിലോട്ട് നിൽക്കുന്നവർ കാണാൻ പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ യേശു അത്ഭുതം ചെയ്തത്, അത് അനുഭവിച്ചതും യേശുവിൻ്റെ കയ്യിലൂടെയല്ല, മറിച്ച് ശിഷ്യന്മാരുടെ കയ്യിലൂടെയാണ്. ശിഷ്യന്മാർ അവരോട് പറയുന്നു, നിങ്ങൾ ഇരിക്കുവിൻ. അവർ പന്തിയായിട്ട് ഇരിക്കുന്നു. അവർക്ക് ശിഷ്യന്മാർ വിളമ്പിക്കൊടുക്കുന്നു. അപ്പോൾ ഇവർ കണ്ടത് മുഴുവൻ ശിഷ്യന്മാരെ. അതൊരു ഭാഗ്യമാണ്. കർത്താവിന് വേണ്ടി നീ നിൽക്കുമ്പോൾ, നിന്നിലൂടെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ നീ പ്രശസ്തനാകും. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷക, കർത്താവിൻ്റെ നാമത്തിൽ നീ പ്രശസ്തനാകും. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതൊരു ഭാഗ്യമാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കേ, അതൊരു ഭാഗ്യമാണേ. അപ്പോൾ ഈ ശിഷ്യന്മാരാ മോസ്റ്റ് പോപ്പുലർ. അപ്പോൾ ആ ശിഷ്യന്മാരുടെ അടുക്കൽ തന്നെ ആ പിതാവ് കടന്നു വന്നു. പക്ഷേ ശിഷ്യന്മാർ ദൗർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വളരെ പ്രതീക്ഷയോടെയാണ് പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുന്നത്. അതിൽ പലരും വിളിച്ച ഉടൻ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച് ആ സന്തോഷത്തിൽ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നുണ്ട്, അല്ലേ? തുടർമാനമായി പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിച്ചവരുണ്ട്. പ്രേയറുകൾ സ്പോൺസർ ചെയ്തും ഉപവസിച്ചും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിച്ചവരുണ്ട്. അത് എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ നമ്മുടെ തിരുവനന്തപുരത്തുള്ളതാണ്. അദ്ദേഹം മക്കളില്ല, മക്കൾക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിലാണ്. അദ്ദേഹം പോകുന്ന ആശുപത്രിയെക്കുറിച്ച് പറഞ്ഞത്, അവിടെ ഇത്ര കുഞ്ഞുങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഇങ്ങനെ മക്കളില്ലാതെ വർഷങ്ങളായി കാത്തിരുന്ന് മക്കളില്ലാത്തവർക്ക് ഇത്ര കുഞ്ഞുങ്ങൾ ജനിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ആ പറഞ്ഞ നമ്പേഴ്സിലും അധികം മക്കൾ പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിച്ചവരിൽ ജനിച്ചിട്ടുണ്ട്. അതിലും വലിയ ആശുപത്രിയാണ് നമ്മുടേത്. താങ്ക് ഗോഡ്, നന്ദിയപ്പാ. ആമേൻ. ഇത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അത്രമാത്രം മക്കൾ, അത്രമാത്രം അമ്മമാരുടെ സന്തോഷം, അതൊരു ഭാഗ്യമാണ്. അപ്പോൾ നോക്കിയേ, ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും വിടുതൽ സംഭവിച്ചു എന്നില്ല. ചിലർക്ക് വിടുതൽ ഇപ്പോഴും നടന്നിട്ടില്ല. വിടുതലിലേക്കായി അവർ ഒരുങ്ങി നടന്നുകൊണ്ടിരിക്കുക. ആ വിടുതൽ വേഗത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അപ്പോൾ അവരുടെ മുൻപിൽ ഞങ്ങൾ പരാജിതരാണ്, അല്ലേ? നിങ്ങളൊരു വിഷയം വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയാൽ ഞങ്ങൾ വിജയിച്ചു, ഓക്കെ. പക്ഷെ പരാജയപ്പെട്ടാലോ? മറുപടി കിട്ടിയില്ലെങ്കിലോ? ഞങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് പലരും എന്താ ചെയ്യുന്നത്? പിന്മാറിപ്പോകും. പക്ഷെ ഇവിടെ ആ പിതാവ് ശിഷ്യന്മാരുടെ പരാജയത്തിൽ പിന്മാറിപ്പോകുന്നില്ല. മറിച്ച് അവൻ യേശുവിൻ്റെ അടുക്കൽ യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മറിച്ച് അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക. പ്രിയരെ,
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെട്ടേക്കാം. കാരണം അവരും മനുഷ്യരാണ്. എത്ര തന്നെ സാക്ഷ്യങ്ങൾ അവർക്ക് പറയുവാനുണ്ടെങ്കിലും, എത്ര തന്നെ ദൈവം അവരിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവർ മനുഷ്യരായതുകൊണ്ട് അവരുടെ ജീവിതത്തിലും പരാജയമുണ്ടാകാം. എന്നാൽ പരാജയമുണ്ടാകാത്ത ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ അവൻ്റെ അടുക്കലായിരിക്കുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്ക്. ഓ താങ്ക് ഗോഡ്, അവൻ പരാജയപ്പെടത്തില്ല. ഞങ്ങൾ പരാജയപ്പെടാം, അത് തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്കൊരു ഖേദവുമില്ല. ഞങ്ങൾ പരാജയപ്പെടാം, പക്ഷേ യേശു പരാജയപ്പെടത്തില്ല. ആ പിതാവ് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഫലം എന്താണ്? യേശു ആ മകൻ്റെ ഭൂതത്തെ പുറത്താക്കി. ഓ താങ്ക് ഗോഡ്. നിങ്ങൾ യേശുവിൻ്റെ അടുക്കലാണോ? നിങ്ങളെ ഞെരിച്ചൊതുക്കുന്ന ആ പിശാചിനെയും പിശാചിൻ്റെ പ്രവൃത്തികളെയും യേശു പുറത്താക്കും. ഇപ്പോൾ ചിലരിൽ നിന്ന് ഭൂതം പുറത്തു പോവുകയാ. ആമേൻ. ആ ബന്ധനം വഴി ആ കെട്ട് പൊട്ടുകയാ യേശു. ഓഹ്. അപ്പോൾ പിതാവ് എന്താ ചെയ്തേ? ഒന്ന്, എവിടെയാണ് വിടുതലുള്ളത് അത് തിരിച്ചറിഞ്ഞു. രണ്ട്, ശിഷ്യന്മാരുടെ പരാജയം കണ്ട് പിന്മാറിപ്പോയില്ല. ഇനി മൂന്നാമത്തെ മാജിക്ക്. ഇതേ സംഭവം തന്നെ മത്തായി രേഖപ്പെടുത്തുന്നുണ്ട് 17-ാം അധ്യായത്തിൽ. 17-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർക്ക് പരാജയം സംഭവിച്ചു. ആ പരാജയത്തെ ജയമാക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രം പറയട്ടെ. മത്തായി 17:21. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് നീങ്ങിപ്പോകത്തില്ല. പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഭവനത്തിനകത്ത് പിശാച് ബാധിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പിശാച് പുറത്തു പോകും. ആ പിശാച് പുറത്തു പോകും. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാകുമ്പോൾ സഹോദര സഹോദരി പ്രാർത്ഥിക്ക്, ഉപവസിക്ക്. തൊഴിൽ മേഖലയെ പിടിമുറുക്കിയിരിക്കുന്ന, ഒതുക്കി കളയുന്ന ആ പിശാച് വിട്ടുപോകും. ഓ താങ്ക് ഗോഡ്. നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി എഴുന്നു നിൽക്കുന്ന പിശാചും പിശാചിൻ്റെ പദ്ധതികളും തകർക്കപ്പെടും. പ്രാർത്ഥിക്ക്. മാതാവേ, തലമുറകളുടെ മേൽ പിടിമുറുക്കിയിരിക്കുന്ന അവകാശം പറയുന്ന പിശാചും പിശാചിൻ്റെ പ്രവൃത്തികളും മാറിപ്പോകും. നീ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്കൊപ്പമുള്ളവർ പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കാം എന്നെ കേൾക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ ഉപവസിക്കുമെങ്കിൽ ആ പിശാച് പുറത്തു പോകും. രോഗമിട്ട് നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ആ പിശാച് പുറത്തു പോകും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ഓ ആമേൻ. ഉപവസിക്കുവാൻ തയ്യാറാണോ? പിശാച് പുറത്തു പോകും. ആ പിശാച് പുറത്തു പോകും. അവനെ ഇട്ടിട്ട് ആ പിശാച് പോയി. ഓ ആമേൻ. അപ്പോൾ ശിഷ്യന്മാരുടെ കർത്താവ് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ഏത് ഭൂതവും പോകും. ആ കടമെന്ന ഭൂതം പോകും, ആ ബാധ്യത എന്ന ഭൂതം പോകും, ആ തകർച്ച എന്ന ഭൂതം പോകും. യേശുവിൻ നാമത്തിൽ ആ ബാധ ഒഴിഞ്ഞ് നിങ്ങൾ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. നിങ്ങളിലും നിങ്ങൾക്കൊപ്പമുള്ളവരിലും വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല ബാധിപ്പുകളും വിട്ടുമാറും. പിശാച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിടിമുറുക്കുവാൻ പല പല കാരണങ്ങളുണ്ടായിരിക്കാം. എന്നാൽ പുറത്തു പോകുവാനുള്ള ഒരേ ഒരു കാരണം പ്രാർത്ഥനയും ഉപവാസവുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചേർന്ന് നിൽക്കുക, മനുഷ്യരുടെ പരാജയത്തിൽ പിന്മാറിപ്പോകാതിരിക്കുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ കൂട്ടിവരുത്തുക. ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്ന ആ ഭൂതം പുറത്തു പോകും, ആ ഇല്ലായ്മ മാറും, ആ ഞെരുക്കം മാറും, വിശാലത ഉണ്ടാകും. ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി തീർന്നത് ഒരു കുടുംബം സ്പോൺസർ ചെയ്തതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്കും സ്പോൺസർ ചെയ്ത് അനേകർക്ക് അനുഗ്രഹീതമായ ഇതുപോലുള്ള മെസ്സേജുകൾ എത്തിക്കുവാനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ കേൾക്കുവാനും ഞായറാഴ്ച ലൈവായിട്ട് സഭാരാധനയിൽ പങ്കെടുക്കുവാനും, നിങ്ങൾക്കൊരു സഭാരാധന മിസ് ചെയ്യുന്ന പക്ഷം പങ്കെടുക്കുവാനും കഴിയും. എന്നാൽ കണ്ടോടച്ചോ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, പിശാച് പിടിമുറുക്കിയിരിക്കുന്ന ജീവിതങ്ങൾ പല നിലകളിൽ പിശാച് പിടിമുറുക്കിയിരിക്കുന്നു. അപ്പോൾ ആ പിശാചിനാൽ ബാധിച്ചവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. പിശാചിനാൽ ബാധിക്കപ്പെട്ട തൊഴിലിടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തലമുറകളുടെ മേൽ അവകാശം പറയുന്ന വെല്ലുവിളികളായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത്, അവരുടെ ഭാവിയെ തകർത്ത്, അവർക്ക് ജോലി കൊടുക്കാതെ, വിവാഹം നടത്താതെ വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. വിളിശാപങ്ങൾ, നേർച്ച കാഴ്ചകൾ, വിടക്ക് കണ്ണുകൾ, അന്യാരാധന ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സ്വഭാവ ദൂഷ്യങ്ങൾ മുഖാന്തരം ശരീരത്തിൽ പ്രവേശിച്ച പിശാച് ഇപ്പോൾ പുറത്തു പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആ പിശാച് പുറത്തു പോകട്ടെ. കലഹവും ഇട്ട് സംശയരോഗം കൊണ്ടുവരുന്ന പിശാച് ഇപ്പോൾ പുറത്തു പോകട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. ദാരിദ്ര്യം മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. അപ്പാ ശൂന്യതകൾ മാറട്ടെ. യേശോപ്പാ ശൂന്യതകൾ മാറട്ടെ. ഇല്ലായ്മകൾ മാറട്ടെ. അപ്പാ ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, വർദ്ധിപ്പിച്ചാട്ടെ. ആ 5 അപ്പം വർദ്ധിച്ചതുപോലെ യേശുവിൻ നാമത്തിൽ ഇവരുടെ അല്പം വർദ്ധിക്കട്ടെ. ആമേൻ.
തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് വർദ്ധിച്ചു വരട്ടെ. ലോൺ അടയ്ക്കുവാൻ വേണ്ടത് വർദ്ധിച്ചു വരട്ടെ. വീട് വാങ്ങുവാനും വസ്തു വാങ്ങുവാനും വേണ്ടത് വർദ്ധിച്ചു വരട്ടെ. ഭവനങ്ങൾ പണിയട്ടെ, അതിന് വേണ്ടത് പണികൾ പൂർത്തിയാക്കുവാൻ വേണ്ടത് വർദ്ധിച്ചു വരട്ടെ. ആ കരങ്ങളിൽ അതുണ്ടാകട്ടെ. വാഹനങ്ങൾ വാങ്ങുവാൻ വേണ്ടത് വർദ്ധിച്ചു വരട്ടെ. യേശുവിൻ നാമത്തിൽ വിൽപ്പനകളെ തടഞ്ഞു വയ്ക്കുന്ന പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. വിൽപ്പനകളും വാങ്ങലുകളും നടക്കട്ടെ. അമേൻ ആമേൻ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. പിശാചിന് കടന്നു വരുവാൻ തക്കവണ്ണം വഴി തുറന്നായിരിക്കുന്ന സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. അമേൻ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. താങ്ക് യു ലോർഡ്. സ്പോൺസർമാരുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.